ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ട്രഷററായി പ്രവർത്തിച്ചു വരുന്ന എനിക്ക് മലങ്കര സഭയിലെ മാവേലിക്കര ഭദ്രാസനാധിപനും എൻ്റെ മാതൃഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്തയുമായ പൗലോസ് മാർ പക്രോമിയോസ് തിരുമേനിയുടെ ദേഹവിയോഗം തീർത്താൽ തീരാത്ത ഒരു വേദനയായി മാറിയിരിക്കുകയാണ്. എന്നെയും യുവജന പ്രസ്ഥാനം പ്രവർത്തകരെയും ഓരോരുത്തരെയും ഇത്രമാത്രം സ്നേഹിച്ച സഭാപിതാക്കന്മാരിൽ ശ്രേഷ്ഠനായിരുന്നു അഭിനന്ദ പക്രോമിയോസ് തിരുമേനി. 2002 മാവേലിക്കര ഭദ്രാസനം രൂപീകരിച്ച് ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി മലങ്കര സഭയിലെ ഏതൊരു ഭദ്രാസനത്തെക്കാളും ഏറ്റവും കൂടുതൽ വളരുവാൻ, ആത്മീയമായും ഭൗതികമായും വളരുവാനുള്ള ഒരു സാഹചര്യം മാവേലിക്കരയിൽ ഉണ്ടാവുകയും അതിന് ഏറ്റവും നേതൃത്വം കൊടുക്കുകയും ചെയ്തത് അഭിനന്ദ പക്രോമിയോസ് തിരുമേനിയായിരുന്നു. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെയും പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തിരുമേനി കാതോലിക്ക ബാവ തിരുമേനിയുടെയും കുടുംബത്തിൽ നിന്നുള്ള അഭിനന്ദ പക്രോമിയോസ് തിരുമേനിക്ക് തന്നെ മാവേലിക്കര ഭദ്രാസനത്തിന് തുടക്കം കുറിക്കുവാൻ സാധിച്ചത് ഒരു ചരിത്രത്തിൻ്റെ ഒരു നിയോഗമായിരിക്കാം, ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. 1946 ജനുവരി മാസം പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തിരുമേനി കാതോലിക്ക ബാവ സ്വപ്നം കണ്ട കാതോലിക്ക ബാവ തിരുമേനിക്ക് കൊല്ലം ഭദ്രാസനത്തിലെ വടക്കൻ മേഖലയിൽ ഒരു മാവേലിക്കര പ്രദേശ കേന്ദ്രമാക്കിയൊരു ഭദ്രാസനം രൂപീകരിക്കാൻ സാധ്യതകളേറെയുണ്ടെന്നും അതിന് തഴക്കര MS സെമിനാരി ഒരു കേന്ദ്രീകരിച്ച് ഒരു ഭദ്രാസനത്തിൻ്റെ എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് മാവേലിക്കരയിലെയും പരിസര ഇടവകങ്ങളിലെയും ആളുകളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അന്ന് അയച്ച ഒരു കൽപ്പനയിൽ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ സാധ്യതകൾ അന്നേ പരിശുദ്ധ പിതാവ് കാണുകയുണ്ടായി. 2002 അത് പൂവണിയുമ്പോൾ 1946 കൽപ്പനയ്ക്ക് പൂർത്തീകരണമാകുവാൻ അതേ വർഷം അതേ മാസം ജനുവരി 26 പൂജാതനായ പൗലോസ് മാർ പക്രോമിയോസ് തിരുമേനി തന്നെ സാധിച്ചത് സഭയിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമായിരിക്കാം. മാവേലിക്ക ഭദ്രാസനം രൂപീകൃതമായി അതിനെ തുടർന്ന് പരിശുദ്ധ കാതോലിക്ക ബസേലിയോസ് ഗീവർഗീസ് തിരുമേനി കാതോലിക്ക ബാവയുടെ അത്യപൂർവമായ ഈ കൽപ്പനയിലാണ് മാവേലിക്കര ഭദ്രാസനത്തെക്കുറിച്ച് പറയുകയും അതിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തിരുമേനി കാതോലിക്ക ബാവ തിരുമേനി തന്നെ പക്രോമിയോസ് തിരുമേനിയെ നിയോഗിക്കുമ്പോൾ അത് ഒരു ചരിത്രത്തിൻ്റെ ഒരു പൂർത്തീകരണമായി മാറുകയായിരുന്നു. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഏകദേശം 20,000 സ്ക്വയർ ഫീറ്റുള്ള 4 കെട്ടിൻ്റെ അകമ്പടിയോടുകൂടി കോണാട്ടുകറിയുടെ എല്ലാ പ്രൗഢിയും വിളിച്ച് അറിയിക്കുന്ന ഒരു ആസ്ഥാനം അത് രൂപീകരിക്കുവാൻ മലങ്കര സഭയിൽ പക്രോമിയോസ് തിരുമേനിക്ക് തന്നെ സാധിച്ചു. അതിന് ഇത്രയും നേതൃത്വം കൊടുക്കാൻ പക്രോമിയോസ് തിരുമേനി സാധിച്ചു എന്നുള്ളത് മാവേലിക്കരക്കാർക്ക് ഓരോരുത്തർക്കും ഒരു അഭിമാനകരമായ നേട്ടമാണ്. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം എന്ന നിലയിൽ പ്രസ്ഥാന പ്രവർത്തകരെ തിരുമേനി വളരെയേറെ സ്നേഹിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കാര്യമായ മാർഗനിർദ്ദേശവും സഹായങ്ങളും തിരുമേനി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2002 നടത്തിയ സപ്തതി ആഘോഷവേളയിൽ മാവേലിക്കര ഭദ്രാസനം അതിന് ആതിഥേയത്വം വഹിക്കുമ്പോൾ തിരുമേനിയുടെ ശക്തമായ സഹായം ഞങ്ങൾക്കുണ്ടായി. ഓർത്തഡോക്സ് ക്രൈസ്തവ പ്രസ്ഥാനത്തെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും ഇപ്പോൾ പ്രാർത്ഥനാ യോഗത്തിനും നേതൃത്വം നൽകുന്ന അഭിനന്ദ പക്രോമിയോസ് തിരുമേനിയുടെ ദേഹവിയോഗം മലങ്കര സഭയ്ക്കാകമാനം ഒരു തീരാത്ത വേദനയായി അവശേഷിക്കുകയാണ്. 1836 മാവേലിക്കര പടിയോലയാൽ സമ്പന്നമായ നവീകരണക്കാർക്കേറെ സാധ്യതകളുള്ള മാവേലിക്കരയിൽ അവരെ ഒരുപടി പിന്നിലാക്കിക്കൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭ മുന്നോട്ട് കുതിക്കുകയാണ്. നവീകരണക്കാരുടെയും മറ്റ് ഇതര സഭകളുടെയും ശക്തമായ സ്വാധീനത്തിന് വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ
ഇതിനെയെല്ലാം അതിജീവിക്കുവാൻ പക്കോമീസ് തിരുമേനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ പക്കോമീസ് തിരുമേനിയുടെ ദേഹവിയോഗം മലങ്കര സഭയുടെ വേദനയാണ്. വിശിഷ്യ മാവേലിക്ക ഭദ്രാസനത്തിൻ്റെ വേദനയാണ്. യുവന പ്രസ്ഥാനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു.